അല്ലാതെ എനിക്കാരും കൊണ്ടു തരാനൊന്നും ആരുമില്ലായിരുന്നു. അല്ല, ഇതിനു മുമ്പ് ഞാൻ കല്യാണ വർക്ക് ഇപ്പം നമ്മുടെ ഈ കൊറോണ വന്നില്ലേ, കൊറോണ വന്നപ്പോഴത്തേന് കല്യാണ വർക്ക് ഓൾറെഡി അങ്ങ് കുറഞ്ഞു. ഞാൻ 24 വർഷം കൊണ്ട് ചെയ്യുന്നു. പിന്നെ അദ്ദേഹത്തിന് ദമ്മ് വേണമെന്ന് പറഞ്ഞാൽ സ്പെഷ്യലായിട്ട് ദമ്മൊക്കെ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദമ്മുണ്ട്. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടിട്ടും വിധിയെ പഠിക്കാതെ സധൈര്യം മുൻപോട്ട് പോകുന്ന ഒരാളെ നമുക്ക് പരിചയപ്പെട്ടാലോ? ഇതാണ് ഞങ്ങളുടെ ബിന്ദു ചേച്ചി. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്ത് ഏറ്റവും നല്ല കല്യാണ ബിരിയാണി വിൽക്കുന്ന ഒരാളാണ് ചേച്ചി. ഞങ്ങളിവിടെ എത്തിയപ്പോൾ കടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. എങ്കിൽ കൂടി ചിരിച്ച് സംസാരിച്ചു കൊണ്ടാണ് ചേച്ചി എല്ലാവർക്കും ബിരിയാണി കൊടുക്കുന്നത്. ഈ ബിരിയാണിക്ക് എന്താ ഇത്ര പ്രത്യേകത എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇതാണ് യഥാർത്ഥ കല്യാണ ബിരിയാണി. ബിരിയാണി മസാലയുടെ ആ ചെമ്പ് തുറന്നതും സത്യം പറയാലോ അന്യായമാണായിരുന്നു. മസാലയെല്ലാം എങ്ങനെ വെച്ച് അതിന്റെ പൊടിയെല്ലാം മേടിച്ച് പൊടിച്ചാണ്, സാധനങ്ങളെല്ലാം മേടിച്ച് പൊടിച്ചെടുക്കുന്നത്. ബിന്ദു ചേച്ചിയുടെ ഈ കല്യാണ ബിരിയാണിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പൊരിച്ച 2 വലിയ പീസാണ് ചേച്ചി 130 രൂപയുടെ ഈ ബിരിയാണിക്ക് കൊടുക്കുന്നത്. മാത്രവുമല്ല, ഒരാൾക്ക് കഴിക്കാവുന്നതിലും അപ്പുറം ക്വാണ്ടിറ്റിയുള്ള റൈസും ചേച്ചി ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ബിരിയാണിയുടെ ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ ഗേറ്റിൻ്റെ ഫസ്റ്റ് ക്ലാസ് ബസ്മതി റൈസാണ് ചേച്ചി ഈ കല്യാണ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കൂടാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നല്ല നാരങ്ങ അച്ചാറും സാലഡും ഇതിൻ്റെ കൂടെ ചേച്ചി കൊടുക്കുന്നുണ്ട്. 10-11 മണിയാകുമ്പോൾ എന്തായാലും സ്റ്റാർട്ടിങ്. ഞാൻ കൊണ്ടുവരുന്ന സാധനം ചെന്നാലും ഒരു 3 മണി വരെ. ഒരുപാട് വിഷമങ്ങളും പ്രാരാബ്ദങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് ചിരിച്ച മുഖത്തോടുകൂടി ഈ ബിരിയാണി ചേച്ചി എല്ലാവരിലേക്കും എത്തിക്കുന്നത്. രാവിലെ എത്ര മണിയൊക്കെ കൊണ്ട് തുടങ്ങും? രാവിലെ അല്ലിത് ശരിക്കും ഇന്നലെ തുടങ്ങുന്നതാ. രാവിലെ തുടങ്ങിയാൽ നമുക്ക് ഈ സമയമാകുമ്പോഴത്തേനും എത്തത്തില്ല. നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നുണ്ടെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ബീഫ് ബിരിയാണിയും പലവിധ പായസങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. നമ്മളെല്ലാവരും പലപ്പോഴായിട്ട് പലയിടത്തും യാത്ര ചെയ്യുന്നവരല്ലേ. പലപ്പോഴും പോകുന്നിടത്ത് നമ്മൾ റോഡിൻ്റെ ഇരുവശവും ബിരിയാണി വെക്കുന്നവരും അതുപോലെ തന്നെ ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിച്ചവരുമാണ്. പക്ഷേ ഇത്രയും ക്വാണ്ടിറ്റിയിലും ഇത്രയും സ്വാദോട് കൂടിയിട്ടും ഇന്നേ വരേക്കും ഇങ്ങനെ ബിരിയാണി കൊടുക്കുന്നതായിട്ട് എൻ്റെ അറിവിൽ പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ബിന്ദു ചേച്ചിയുടെ ഈ ഒരു കല്യാണ ബിരിയാണിയുടെ ആ ഒരു സ്വാദും ആ ഒരു ബിരിയാണിയുടെ ആ ഒരു ക്വാണ്ടിറ്റീൻ്റെയും ആ ഒരു തട്ട് എപ്പോഴും താഴ്ന്നു തന്നെ നിൽക്കും എന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം. ഇന്ന് ഞാൻ കൊണ്ടുവന്ന 8 കിലോ അരിയായി ഇതിനകത്ത്. ഇത് 2 കിലോ അരി. ഈ 8 കിലോ അരിക്കകത്ത് ഞാൻ ഇത്രയ്ക്ക് നിങ്ങൾ വന്നിട്ട് ഇത്ര നേരം എത്ര ബിരിയാണി കൊണ്ടുവന്നു? നല്ല ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നുണ്ടല്ലോ. എന്നാലും പറയണ്ട തഴഞ്ഞ പോരാന്ന്. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് വേണ്ടത്? ഇത്രയും ചോറിട്ടപ്പം നിങ്ങൾ നിന്നപ്പോഴല്ലേ അച്ഛൻ പറഞ്ഞത് കുറച്ച് റൈസ് കൂടെ ഇടന്ന്. ഞാൻ അന്നേരം ഇട്ട് കൊടുത്തു. കഴിഞ്ഞ 24 വർഷങ്ങളായിട്ട് നമ്മുടെ വയറും മനസ്സും നിറയ്ക്കുന്ന ഈ ചേച്ചിക്ക് ഇപ്പോഴും പട്ടിണിയും പ്രാരാബ്ദവും തന്നെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാനാകുമോ? കല്യാണ വർക്ക് ചെയ്തു ചെയ്യുന്ന കിട്ടുന്നുണ്ട്. അല്ല, ഇതിനു മുമ്പ് ഞാൻ കല്യാണ വർക്ക് ഇപ്പം നമ്മുടെ ഈ കൊറോണ വന്നില്ലേ, കൊറോണ വന്നപ്പോഴത്തേന് കല്യാണ വർക്ക് ഓൾറെഡി അങ്ങ് കുറഞ്ഞു. ബിന്ദു ചേച്ചിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവരുടെ കുട്ടിക്കാലത്ത് തന്നെ അവരുടെ അച്ഛനും അമ്മയും മരിച്ചുപോയി. അതിനുശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരുടെ ഭർത്താവും പെട്ടെന്ന് തന്നെ മരിച്ചുപോയി. പിന്നീട് ആ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി, ആ ഒരു മക്കളെ വളർത്തുവാൻ വേണ്ടി ബിന്ദു ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് വർഷത്തോളം ബിന്ദു ചേച്ചി കല്യാണ വീടുകളിലൊക്കെ പാചകത്തിൻ്റെ, അതായത് പ്രത്യേകിച്ച് ബിരിയാണിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തും പലവിധ ഭക്ഷണത്തിൻ്റെ കച്ചവടങ്ങൾ നടത്തിയുമായിരുന്നു കുടുംബം പോറ്റിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു കൊറോണ സമയത്ത് ചേച്ചിയുടെ കച്ചവടം എല്ലാം നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ ചേച്ചിക്ക് ശാരീരികമായി പലവിധ ബുദ്ധിമുട്ടുകൾ, അതായത് കരളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് ചേച്ചി ഇപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള മരുന്നും ചികിത്സയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ചേച്ചിക്ക് ഈ ഒരു കച്ചവടത്തിലൂടെ മാത്രമേ ആ ഒരു ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മറന്ന് ജീവിതത്തിലെ ദുരിതങ്ങളൊക്കെ മാറ്റിയെടുത്ത് മുൻപോട്ടേക്ക് ധൈര്യത്തോടെ പോകാൻ പറ്റുള്ളൂ. ഞാൻ 3 ദിവസം വരെ ആദ്യം ഇവിടെ തന്നെയാണോ? ആദ്യം ഞാൻ ഐഷ മാർക്കറ്റിന്റെ അവിടെ ആയിരുന്നപ്പോൾ അവിടെ റോഡ് പണി വന്ന് അവർ പറഞ്ഞു ഒരാഴ്ചത്തെ ഇച്ചിരി ഒന്ന് പണി കഴിഞ്ഞങ്ങ് തുടങ്ങാം. പക്ഷേ പിന്നെ അത് പണിയും കഴിയില്ല, എനിക്കൊട്ട് വയ്യാതെ ആയിപ്പോയി. അന്നേരം പിന്നെ കച്ചവടം അങ്ങോട്ട് പിന്നെ ഇപ്പം രണ്ടാമത് വീണ്ടും സ്റ്റാർട്ടിങ് ആകും. കടയുടെ ഇപ്പോഴത്തെ ലൊക്കേഷൻ വരുന്നത് കായംകുളത്ത് നിന്ന് ഓച്ചിറയ്ക്ക് പോകുന്ന വഴി കൃഷ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തായി ഹൈവേയോട് ചേർന്നിട്ടാണ്. കല്യാണത്തിനോ മറ്റ് ചടങ്ങുകൾക്കോ ബിരിയാണി ആവശ്യമുള്ളവർക്കായി ചേച്ചിയുടെ കോൺടാക്റ്റ് നമ്പർ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ മാത്രം ചേച്ചിയെ കോൺടാക്റ്റ് ചെയ്യുക, അല്ലാത്തവർ ദയവ് ചെയ്ത് ചേച്ചിയെ ശല്യപ്പെടുത്താതിരിക്കുക.